ഇന്ന് നമുക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ നോട്ട് എങ്ങനെയാണ് കൊടുക്കുക നോക്കിയാലോ. ബാക്ക് പീസ് എടുക്കാം. ബാക്ക് പീസ് ഇതേപോലെ രണ്ടാക്കി മടക്കിയിട്ടിട്ടുണ്ട്. നല്ല ഭാഗമാണ് കേട്ടോ. നല്ല ഭാഗം പുറമേക്ക് കാണുന്ന രീതിയിലാണ് മടക്കിയിട്ടിരിക്കുന്നത്. എന്നിട്ട് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഈ ഷോൾഡറിന്റെ പോർഷന് നേരെ താഴേക്ക് ഒരു 11 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഫസ്റ്റത്തെ ലൂപ്പ് ഞാൻ 11 ഇഞ്ചിലാണ് വെച്ച് കൊടുക്കുന്നത്. ഒരു 11 ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് അവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് സൈഡിലേക്ക് 3.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ മാർക്ക് ചെയ്യുന്നത് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. കാരണം അത് നല്ല ഭാഗം ആയതുകൊണ്ട് തന്നെ ചോക്ക് വെച്ചിട്ട് ഞാൻ മാർക്ക് ചെയ്യാത്തത്. കാരണം ചോക്ക് വെച്ച് മാർക്ക് ചെയ്യുമ്പോൾ ആകെ മൊത്തം സ്പ്രെഡ് ആവും. അപ്പൊ അത് വൃത്തികേടാവും. അതുകൊണ്ടാണ് കേട്ടോ. 11 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിന് താഴേക്ക് എത്ര ലൂപ്പാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഞാൻ 5 എണ്ണം വെച്ചിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. ഒരു സൈഡിൽ 5 എണ്ണം, അടുത്ത സൈഡിൽ 5 എണ്ണം, അങ്ങനെ 10 എണ്ണമാണ് വെച്ച് കൊടുക്കുന്നത്. ഓരോ ലൂപ്പുകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 2 ഇഞ്ച് വെച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഇപ്പോൾ 2 ഇഞ്ച് വെച്ച് കൊടുത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ 2.5 ആക്കാനും 1.5 ആക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വെക്കാം. അപ്പൊ ഇതേപോലെ നമ്മൾ പോയിന്റുകൾ രണ്ട് സൈഡിലും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചോക്ക് വെച്ചിട്ട് മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിനെ ഒന്ന് മറിച്ചിട്ടിട്ട് ടാപ്പ് ചെയ്ത് കൊടുത്താൽ ഓപ്പോസിറ്റ് സൈഡും കിട്ടും. ഇത് നല്ല വശമായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാണ്ട് രണ്ട് സൈഡും മാർക്ക് ചെയ്തത്. ഡോറി എങ്ങനെയാണ് എളുപ്പത്തിൽ മേക്ക് ചെയ്യാനുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ ഒത്തിരി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഷോർട്ട് വീഡിയോസ് ആയിട്ടും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ ഒക്കെ ഒന്ന് കാണാം കേട്ടോ. അപ്പൊ ഇതേപോലെ എടുത്തിട്ടുണ്ട്. ഇനി 2.5 ഇഞ്ച് വിടുത്ത് വെച്ചിട്ട് 10 പീസ് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പീസിനെ ഇതേപോലെ രണ്ടാക്കി മാറ്റിയിട്ട് ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗം ഉള്ളിൽ ഇന്നർ പോർഷനിലേക്ക് വരുന്ന രീതിയിലാണ് വെച്ച് കൊടുക്കുന്നത്. ഇന്നർ പോർഷനിലേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിൽ വെച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്ത ഭാഗത്ത് ലോക്ക് ഇട്ട് സ്റ്റിച്ച് ചെയ്യാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ അടയാളപ്പെടുത്തിയ പോർഷനിൽ മാത്രം സ്റ്റിച്ച് വന്നാൽ പോരാ. ആ സ്റ്റിച്ച് സ്റ്റാർട്ടിങ് ടു എൻഡ് വരെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരണം. സ്റ്റിച്ച് ചെയ്തിട്ട് അടുത്ത പോയിന്റിലേക്ക് അടുത്ത സ്റ്റിച്ച് കൊടുത്താൽ പോരാ. സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് വരിക. അടുത്ത പോയിന്റ് എത്തുമ്പോൾ അടുത്ത പീസ് ഇതേപോലെ തന്നെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അവിടെ ഇതേപോലെ ലോക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മൾ രണ്ട് സൈഡും ഇതേപോലെ ചെയ്തെടുക്കുക. പുറത്തേക്ക് വെച്ചിരിക്കുന്ന ഭാഗത്ത് എക്സ്ട്രാ പീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്യുക. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ കട്ട് ചെയ്യുക. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, താഴെ ഇരിക്കുന്ന മെയിൻ ഫാബ്രിക്കിൽ കൊള്ളാൻ പാടില്ല. അതിനുശേഷം ഇതിന് നമ്മളൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. മറിച്ചിടുക എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന ഈ ലൈന് പാരലൽ ആയിട്ട് പിടിച്ചിട്ടാണ് നമ്മൾ മറിച്ചിടുന്നത്. അതുകൊണ്ടാണ് ആ പോയിന്റ് മുതൽ സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതൽക്ക് എൻഡ് പോയിന്റ് വരെ സ്റ്റിച്ച് ചെയ്യണം എന്ന് പറഞ്ഞത്. അപ്പോഴേ നമുക്കിത് ഇങ്ങനെ ഫോൾഡ് ചെയ്യാൻ എളുപ്പം ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പൊ ഇതേപോലെ മറിച്ചിട്ടതിന് ശേഷം നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിന്റെ മുകളിലേക്ക് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എൻഡ് ചെയ്യുന്ന പോയിന്റിന്റെ താഴേക്കും ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുക വെച്ചാല് ഡാർട്ട് ഒക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സെയിം മെത്തേഡിൽ ഇവിടെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ ഈ 1.5 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത ആ പോയിന്റിൽ നിന്ന് മൈന്യൂട്ട് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മുടെ ഈ ഫസ്റ്റ് പോയിന്റിന്റെ ആ ഭാഗം എത്തുമ്പോൾ 1/4 ഇഞ്ച് സീം അലവൻസ് വെട്ടുന്ന രീതിയിൽ വെച്ചിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം താഴെ എത്തുമ്പോഴും ഈ 1.5 ഇഞ്ചിലേക്ക് വരുമ്പോൾ മൈന്യൂട്ട് ആയിട്ട് സ്റ്റിച്ച് വരുന്ന രീതിയിൽ നിർത്തുക. അതിന്റെ മുകളിലും അതുപോലെ തന്നെ താഴെയും കുറച്ച് ത്രെഡ് വെച്ചിട്ട് എക്സ്ട്രാ ഉള്ള ത്രെഡ് കട്ട് ചെയ്യുക കേട്ടോ. കുറച്ച് ത്രെഡ് അവിടെ എപ്പോഴും വെക്കണം. നമ്മൾ ഡാർട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അങ്ങനെയാണല്ലോ, അതേപോലെ തന്നെ ചെയ്യുക. സെയിം ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും ചെയ്തെടുത്താൽ പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ലൂപ്പ് അവിടെ റെഡി ആയിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഡോറി ഇതേപോലെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ